നമസ്കാരം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടതോടെ ഇസ്രായേലിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോകുന്നത് എന്ന് ചർച്ചകൾ വന്നിരിക്കുകയാണ്. ഇറാന് നേരെ കൈ ഉയർത്താൻ നെതന്യാഹു ഇനി കുറച്ച് പേടിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനും ഉള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒക്ടോബറിലും ഏപ്രിലിലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയത് എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവ്വതും കൈപ്പിടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിതെന്നാണ് അവരുടെ വാദം. ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ 10 മടങ്ങ് ശക്തിയിലാണ് നെതന്യാഹുവിനെതിരെ പടയൊരുക്കുന്നത്. ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രായേൽ ഇനി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാകും എന്ന് പറയുന്നവർ ഏറെയാണ്. തങ്ങളുടെ പ്രതിരോധം മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്ന ജനറൽ സാലമിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രം പ്രത്യാക്രമണം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മറിച്ച് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ്. ഇറാൻ വികസിപ്പിച്ച 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെസ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും അതുപോലെ തന്നെ ഷാഹദ് 136B പോലുള്ള ഡ്രോണുകളും പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത്. അരാജകത്വത്തിനിടയിൽ ജനുവരി 20 ട്രംപ് അധികാരത്തിന് മേൽക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. ഇറാന്റെ സൈനിക ആയുധ ശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ റേഞ്ചുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ ഫാത്ത 360, അതുപോലെ തന്നെ 2019 പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലീറ്റും. ഇതിൽ കാമിക്കേസ് ഷാഹദ് 136ന്റെ നവീകരിച്ച പതിപ്പായ ഷാഹദ് 136Bയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവേർഡ് ഡ്രോണുകളുടെ കരാറും ഉൾപ്പെടുന്നുണ്ട്. ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ. 500 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ, വെടിമരുന്ന് ശേഖരം, മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട്. സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്ന ഭൂഗർഭ കമാൻഡ് സെന്ററുകളായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ്. എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് അവരെ ദുർബലരാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ തുടർന്നു വരുന്നത്. ഗാസയിലും ലെബനനിലുമൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ നാം കണ്ടതാണ്. എന്നാൽ ഇറാന്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയവുമില്ല. അവരുടെ ആയുധപ്പുരകളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് വ്യോമാക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കും. ആയുധങ്ങളുടെ ഇറക്കുമതി കുറച്ച് അവയിൽ സ്വാശ്രയത്വം കൊണ്ടുവരാനാണ് നിലവിൽ ഇറാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തിലെ പ്രതിരോധ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ തന്നെ ഇറാന്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യാനുള്ള ഇസ്രായേലിന് അത്ര പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ കുറിച്ച് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രായേലിന്റെ വഴിമുടക്കും. ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇസ്രായേലിന് കഴിയാതെ വരും. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ 2 തവണ ചിന്തിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചേക്കും. ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം,
അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ, ആരോ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടതായും വരും.